നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. ലോക 2 വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. കാരണം വേറൊന്നുമല്ല, അപ്രതീക്ഷിതമായി നേടിയ വിജയം. ഇത് വിജയം നേടുമെന്ന് ഒരുപക്ഷെ ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ നിർമ്മാതാവിനും ഒരുപക്ഷെ ചെറുതാരങ്ങൾക്കും ഒക്കെ അറിയാമായിരിക്കാം. കാരണം ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള വിവേക് അനിരുദ്ധ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ, കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പം അതിന് 100% കൈയടി കൊടുക്കണം. കാരണം ആ സിനിമയ്ക്കകത്ത് കല്യാണി പ്രിയദർശനെയും നസ്ലിനെയും നമ്മുടെ ടോവിനെയും ദുൽഖറൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ചന്തുവിനെയും സലിംകുമാർ മോഹൻ ചന്തുവിനെയൊക്കെ കാസ്റ്റ് ചെയ്ത പോലെ അതിനെക്കാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാസ്റ്റിംഗ് എനിക്ക് തോന്നിയ 2 പേര്. ഒന്ന് നമ്മുടെ പോലീസ് ഓഫീസറായിട്ട് ഉള്ള സാൻഡി മാസ്റ്റർ, പുള്ളിയുടെ ഒരു സാൻഡി മാസ്റ്റർ എന്നാണ്. സാൻഡി മാസ്റ്ററിൻ്റെ കാസ്റ്റിംഗ് പക്ക കട്ടയാൻ വില്ലനൊന്നുമല്ല, പക്ഷെ പുള്ളി പക്കയാണ്. അതുപോലെ തന്നെ നോബഡി എന്ന് പറഞ്ഞ ഒരിടത്ത് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഗ്ലാസ് വെച്ചിട്ടിരിക്കുന്നത്, അത് നമ്മുടെ തൃശ്ശൂർക്കാരനൊരു പയ്യനാണ്, ഷിബിൻ എന്നാണ് തോന്നുന്നു ആ പയ്യൻ്റെ പേര്. അന്നേരം ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്ത് ഈ മിടുമിടുക്കനായിട്ടുള്ള വിവേക് എന്ന് പറയുന്ന കക്ഷിയാണ്. അന്നേരം അദ്ദേഹം കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ്, അതായത് ലോക 2ന്റെ സെക്കൻഡ് കുറച്ചുകൂടെ ബ്രഹ്മാണ്ഡമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇത് 30 കോടിയിലാണെങ്കിൽ 60 കോടി മതി അവർക്ക്. അവർ പറയുന്നത് ടെക്നിക്കൽ വശങ്ങൾക്ക് നല്ല പൈസ കൊടുത്തിട്ട് വലിയ വലിയ താരങ്ങൾ വേണ്ട. ഇപ്പം അടുത്ത ബ്രഹ്മാണ്ഡമാവും എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം ടോവിനെയാണ് ലീഡ് ചെയ്യുന്നത്. പലർക്കും അതിനകത്ത് സംശയമുണ്ട്, ARMനകത്ത കഥാപാത്രം എടുത്തിട്ടാണോ അല്ലെങ്കിൽ മിന്നൽ മുരളിയിൽ അല്ല, ഈ 2 കഥാപാത്രങ്ങൾ എടുത്തല്ല, അതിനായിട്ടുള്ളൊരു ബേസ് അതിനകത്തുണ്ട്. അന്നേരം ആ കഥാപാത്രം പുത്തനായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് ടോവിനോ. ദുൽഖർ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോയിൽ വരും, മമ്മൂട്ടി വരും. അന്നേരം മമ്മൂട്ടിയുടെ ഇൻട്രോ സെക്കൻഡ് പാർട്ടിലായിരിക്കും. അന്നേരം അത്യാവശ്യം ബഡ്ജറ്റ് പടമായി മാറും. പിന്നെ ടെക്നിക്കൽ വശങ്ങൾ അവർ നല്ല രീതിയിൽ ഗംഭീരമാക്കിയാൽ മതി. എന്തിനാണ് ഒരുപാട് വിദേശത്തു നിന്നും ഒക്കെ താരങ്ങൾ വന്നിട്ട് എന്തെടുക്കാനാണ്? ഉള്ള താരങ്ങൾ നല്ല ഗംഭീര പെർഫോമൻസ് വരും. നമ്മുടെ ഇവിടുത്തെ താരങ്ങളും അറിയാവുന്ന നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള താരങ്ങൾ. പ്രകാശ് വർമ്മ തുടരും, ഗംഭീരമല്ലേ. എന്തിനാ പുറത്തുനിന്നൊരു വില്ലൻ? സാൻഡി മാസ്റ്റർ ഇതിനകത്തെ. അന്നേരം നമുക്ക് ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നൊന്നും വേണ്ട, നമ്മുടെ ഇവിടെ തന്നെയൊക്കെ നല്ല ടാലൻ്റുള്ള സംവിധായകരും ഇതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല താരങ്ങളെ കിട്ടും. ഏതായാലും ബ്രഹ്മാണ്ഡമായിട്ടാണ് ഒരുക്കാൻ പോകുന്നത്. അടുത്ത വർഷം ആദ്യം ഏകദേശം ഷൂട്ടിങ് തുടങ്ങും, അടുത്ത വർഷം തന്നെ റിലീസ് ചെയ്യും. കാരണം 5 പാർട്ടുണ്ട്. ഇനി ഒരുപാട് സമയം കളയാനും ഇതിനില്ല. കാരണം ഇതിൻ്റെ എല്ലാവരും ഒരു ആവേശത്തിലാണ്. ഇതിൻ്റെ ചാപ്റ്റർ 5 വരെ ഉണ്ട്. അന്നേരം ഇത് കണ്ടൊരു 3, 4, 5 വട്ടം കണ്ട ഒരുപാട് പേരുണ്ട്. അന്നേരം അടുത്ത പാർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റിംഗ് ആണ്. മാത്രമല്ല ഇത് അടുത്ത പാർട്ടിന് കിട്ടുന്ന ഒരു വലിയൊരു ഇനീഷ്യൽ കളക്ഷൻ കിട്ടും. കാരണം ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ ഫുള്ളാകാൻ ഒരു 3-4 ദിവസത്തേക്ക് ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കളക്ഷൻ റെക്കോർഡുകൾക്ക് ഒരു പരിധി വരെയൊക്കെ ലോക 2 ഗംഭീര ചിത്രവുമായി കഴിഞ്ഞാൽ അങ്ങനെ വേണം. ഗംഭീര ചിത്രമായിരിക്കണം, നല്ല കളക്ഷനൂടെ പ്രീ ബുക്കിംഗ് കളക്ഷനൂടെ കിട്ടി നല്ല ഗംഭീര ചിത്രമാണെങ്കിൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ അതുവഴി അങ്ങ് ബുക്കോളും. അന്നേരം എന്തായാലും നല്ല പടങ്ങൾക്ക് വേണ്ടി ഇനി ഇതുപോലുള്ള മലയാള സിനിമയിൽ പുത്തൻ പരീക്ഷണങ്ങളും അത് വിജയിക്കുന്ന പരീക്ഷണങ്ങളുമായി മാറട്ടെ എന്ന് നമുക്ക് പറയാം. അന്നേരം നിങ്ങളുടെ കമൻസ് ഇടുക. ഓക്കെ, ബൈ.